to death for virtue. കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലുമെല്ലാം നാം സ്നേഹിക്കേണ്ടത് പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. സുഗതകുമാരിയുടെ പട്ടുപാവാട എന്ന കവിതയെ ആസ്പദമാക്കി ഗ്ലാഡിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന ഒരു രംഗാവിഷ്കാരം. ரோடு தண்ணி நாலு காசு நாக்காது ரேடியோ பாட்டு கேட்டுக்குதா? அம்மா தள்ளாதம்மா, அம்மா தள்ளாதம்மா, அம்மா நடக்க முடியாதம்மா, எனக்கு ரொம்ப பசிக்குதம்மா. அம்மா அம்மா அந்த கடையில ஒரு பழம் வாங்கிக்கூடம்மா. அடடடடா, எனக்கு தண்ணி அடிக்குது, பணம் தெரியாது, ஆனா உனக்கு பழம் வேணுமா? போடி போய் பிச்சு தண்ணடி. பழைய பாட்டா எறும்ப செருப்ப
നോട്ട് ബുക്ക്. അമ്മ അമ്മ വെള്ളം കൊടമ്മ. അമ്മ അമ്മ വെള്ളം കൊടമ്മ. ഇത് അവളല്ലേ? അതെ, എന്റെ കുഞ്ഞിന് 1.5 പവൻ മാല അടിച്ചു മാറ്റി അവള്. കള്ളി, പെരും കള്ളി. എടാ രമേശ, ശങ്കര ഓടി വന്നേ, കള്ളിയെ പിടിച്ചു. വേഗം വായോ. എന്താ ചേച്ചി, എന്താ പ്രശ്നം? ഞങ്ങൾ ഇടപെടണോ? ഇവളാണ് എന്റെ കുഞ്ഞിന്റെ 1.5 പവൻ മാല അടിച്ചു മാറ്റി കള്ളി. വേഗം പോലീസിനെ വിളിക്ക്. വേഗം ഉടനെ പോലീസിൽ ഏൽപ്പിക്കണം. ആ ചേച്ചി, ഇപ്പൊ വിളിക്കാം. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? എന്താ പ്രശ്നം? ഈ ചേച്ചിയുടെ കുഞ്ഞിന്റെ മാല അടിച്ചുകൊണ്ടേ കള്ളിയാണ് വരുന്നത്. അതെല്ലാം നഷ്ടം ചെയ്യണം. എണീക്കണേ അവിടുന്ന്. ഇവളുടെ മോളല്ലേ, ഇങ്ങനെയൊക്കെ തന്നെ വരും. ഹലോ സർ, ഈ കുട്ടീനെ എന്താ ചെയ്യണ്ടേ? ഹലോ, നമസ്കാരം, പറയൂ. ഇത് കാളി. ഇവളുടെ അമ്മയും അച്ഛനും കുടുംബവും ഒക്കെ മോഷണം നടത്തി പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ചില കുടുംബങ്ങളൊക്കെ ഒഴിവിലാണ്. സോ കുട്ടിയോടെ ഏൽപ്പിക്കാനാണ് കോർട്ട് ഓർഡർ. ഞാൻ നോക്കിക്കോളാം, പൊക്കോളൂ. മോളിങ്ങോട്ട് വാ. എന്താ മോളുടെ പേര്? കാളി. മോളിന്റെ കരയണേ. ഇവിടെ എന്തോരം കുട്ടികൾ നിന്റെ കൂടെ കളിക്കാൻ. മോള് വിഷമിക്കണ്ട കേട്ടോ. മക്കളെ വാ. ഇത് കാളി, നിങ്ങളുടെ പുതിയ കൂട്ടുകാരി. ഇവിടെ പുതിയ ഉടുപ്പും ഭക്ഷണമൊക്കെ കൊടുത്ത് നിങ്ങൾ കൂടെ കൂട്ടിക്കോ. വാ കാളി, വാ. എന്തോരം എന്തോരം പുതു നിലക്കുറങ്ങികൾ പൂക്കണകണ്ടേ. നെഞ്ചോരം നെഞ്ചോരം പല കനവ് വിരിഞ്ഞു വരുന്നേ. അന്നേരം അന്നേരം മുഖം അമ്പിളി പോലെ വിളങ്ങിടുന്നുണ്ടേ. കണ്ണോരം കണ്ണീരിൻ പെരുമഴകൾ മുഴുവൻ മറന്നേ. ഇലച്ചോറിന് കൊതിച്ച് ഇരുന്നലയേണ്ടി ദിനവും തലചായ്ച്ചൊന്നു മയങ്ങാൻ ഒരു മണിമാളികയിവിടെ. ഇനി മണ്ണിൽ നമ്മൾക്കായി ഇന്നോളം കാണാത്ത പുഞ്ചിരിക്കാലം വന്നേ. എന്തോരം എന്തോരം പുതു നീലക്കുറിഞ്ഞികൾ പൂക്കണകട്ടെ. നെഞ്ചോരം നെഞ്ചോരം പല കനവ് വിരിഞ്ഞു വരുന്നേ. ഹായ്, കാളിയൊക്കെ മാറി സുന്ദരി കുട്ടിയല്ലോ. ഓ, ഞാൻ കാളിയല്ലേ. ഹേമലത. ഞാനേ പേര് മാറ്റി. ഹായ് ഹേമലത, നല്ല പേര്. വാ ഹേമലത, നമുക്ക് കളിക്കാം. எனக்கு ഒത്തിരി പാട്ട് தெரியும். ஆனா எல்லாமே தமிழ் பாட்டு. பாடட்டுமா? അതിനെന്താ, ഹേമലത പാടിക്കാം. எழுவய பூக்களையே ஏழெடுத்தும் பார்க்கலையே, ஆளால உஞ்சீடுப்பு கொத்துதையா, அச்சழிந்த ராட்டினம் போல சுத்துதையா, கொல்லையில வாழையில கொட்டடியில் கோழி குஞ்சு அத்தனையும் மோகத்தை சொல்லுதையா, ஆடும் ஆடும் வெறுவாய மெல்லுதையா. നല്ല പാട്ട്. നിനക്ക് ഞാനൊരു സമ്മാനം തരാം. ഇത് എന്താ? ഹേമലത, ഇത് പുസ്തകം. ഇത് പഠിച്ചാൽ പിന്നെ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം എല്ലാം നമ്മുടെ കൂട്ടുകാരാണ്. ஆனா எனக்கு எழுத்துமாயிரம் தெரியாது. അത് നീ വിഷമിക്കണ്ട. ടീച്ചർ അമ്മയോട് പറഞ്ഞിട്ട് നിന്നെ ഞങ്ങളോടൊപ്പം സ്കൂളിൽ പറഞ്ഞേക്കാൻ പറയാം. ടീച്ചറമ്മ ടീച്ചറമ്മ நான் ஸ்கூல் போய் நிறைய படிச்சிருக்கு. ஏ பி சி டி. ടീച്ചറമ്മ, എനിക്കൊരു ആസை இருக்கு. சொல்லட்டுமா? எனக்கு
ഒരു പട്ടുപാവാട വേണോ? ഈ പട്ടുപാവാടയിട്ട് മുറ്റങ്ങനെ ഓടിച്ചാടി കളിക്കണോ? അതിലെന്താ, ടീച്ചറമ്മയുടെ കുട്ടിക്ക് ടീച്ചറമ്മ വാങ്ങിത്തരാലോ, നല്ല പുള്ളി പട്ടുപാവാട. നമസ്കാരം, ഞാൻ നന്ദേശ്വരൻ മാരൻ. പിന്നെ ഇത് ഇവിടെയുള്ള കാളെന്ന കുട്ടിയുടെ അമ്മയാണ്. വരൂ, നമുക്ക് എവിടെ ഇരുന്ന് സംസാരിക്കാം. ഞാൻ വന്നത് കാളെന്ന കുട്ടീനെ കൊണ്ടുപോകാനാണ്. അമ്മ വന്ന് ചോദിച്ച കുട്ടീനെ വിട്ട് തരുന്നത് കോർട്ട് ഓർഡർ ഉണ്ട്. അപ്പൊ കുട്ടീനെ വിട്ട് തരണം. തെരുവിലേക്കോ? എന്തിനാ വെറുതെ? അവളവിടെ നിന്നോട്ടെ. അവൾക്ക് ഒത്തിരി പഠിക്കാനൊക്കെ ആഗ്രഹമാണ്. അവൾ നന്നായി പഠിക്കും. അവളെ ഞാൻ നോക്കിക്കോളാം. അവളിവിടെ നിന്നോട്ടെ. ഏയ്, നമുക്കതൊന്നും ശരിയാവാது சாமி. ஏய் காளி, என்னடி அங்க பண்ணிட்டு இருக்கு? வாடி வெளியில. ഞാൻ വരൂല, എനിക്ക് പേടിയാ. ഞാൻ ഇവിടെ നിന്നോളാം. ടീച്ചർമാ, എന്നെ പറഞ്ഞേക്കല്ലേ. നിങ്ങൾ പറ, ടീച്ചറിനോട് പറ, എന്നെ പറഞ്ഞേക്കല്ലേ. എനിക്കവിടെ പേടിയാ ടീച്ചർമാ. അവിടെ തെരുവില് ഒത്തിരി ആൾക്കാര് അവരെന്നെ ഇവിടെ അവിടെ ഒക്കെ തൊടും. എനിക്കവിടെ പേടി ടീച്ചർമാ, എന്നെ പറഞ്ഞേക്കല്ലേ. என்னடி இது? ஒரு உடுப்பு, செருப்பு, என்னடி கையில? புஸ்தகமா? போய் தொலையட்டு. கடவுளே, என் புஸ்தகம், என் புஸ்தகம், என் புஸ்தகம், என் புஸ்தகம். என்னடி உனக்கு இவ்வளவு அகங்காரமா? வாடி, നീ എന്റെ കൂടെ വരന്നെ വേണോ? അല്ല മോളെ, നിന്നെ ഞാൻ പിച്ച് ചീന്തു. ഇല്ല, ഞാൻ വരില്ല. ഞാൻ പറഞ്ഞേ, എനിക്ക് അവിടെ പേടിയാന്ന്. അവിടെ തെരുവിന്റെ മക്കളായിട്ട് അവിടുത്തെ ആൾക്കാരുടെ തൊടലും പിടിക്കലും കൽപ്പിച്ചിട്ട് എനിക്ക് ജീവിക്കണ്ട. എനിക്ക് ഇവിടെ ടീച്ചർമ്മയുടെ കൂടെ നിന്നാ മതി. എന്നെ ടീച്ചർമ്മ നോക്കിക്കോളും. എന്റെ സമ്മതമില്ലാതെ അമ്മ എന്നെ ഇവിടുന്ന് കൊണ്ടുപോവില്ല. കൊണ്ടുപോകാൻ ആരും സമ്മതിക്കില്ല. എനിക്ക് പഠിക്കണം, പഠിച്ച് വലിയ ആളാവണം, നല്ല ജോലി നേടണം. എന്നിട്ട് എന്നെ പോലെ ദുരിതം അനുഭവിക്കുന്ന കുറെ കുട്ടികളുണ്ട്, അവരൊക്കെ രക്ഷിക്കണം. ഞാൻ വരില്ല. മോള് കരയണ്ട മോളെ, ആരും കൊണ്ടുപോകില്ല. എവിടേക്ക് മോള് പറഞ്ഞേക്കത്തില്ല. ഞാൻ ഇവിടെ തന്നെ പഠിക്കും, ഇവിടെ തന്നെ വളരും. ആ തെരുവിന്റെ മാലിന്യ കൂമ്പാരത്തിലേക്ക് ഇവളെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി എന്ത് പ്രശ്നം വന്നാലും ഞാൻ നോക്കിക്കോളാം. നമ്മുടെ ഈ തിരക്കേറിയ ജീവിതത്തിൽ നമ്മുടെ മുൻപിലുണ്ട് ഇത്തരം ഒരുപാട് ജീവിതങ്ങൾ. ആ ജീവിതങ്ങൾക്കും പറയാനുണ്ടാകും ഒരുപാട് കഥകൾ. ആ ജീവിതങ്ങളിലൂടെയെല്ലാം ഒരു നല്ല കാരുണ്യസ്പർശം നൽകാൻ നമുക്ക് സാധിക്കണം. ഈശോ നമ്മോട് കാണിച്ച കരുണയുടെ 100% നമുക്ക് മറ്റുള്ളവരോട് വർത്തിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് നാം ക്രിസ്ത്യാനികളാണെന്നതിനുള്ള തെളിവ്. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ തെരുവിന്റെ അടിമകൾ എന്ന വിശേഷണത്തിൽ നിന്ന് പുത്രന്റെ വലത്തുഭാഗത്ത് സ്വർഗരാജ്ഞിയായി വാഴുന്ന പരിശുദ്ധ അമ്മയുടെ പൈതങ്ങളായി പരിവർത്തിക്കപ്പെട്ട ആ മാലാഖമാരെ ഈ സുദിനത്തിൽ നമുക്ക് ഓർക്കാം.
മണ്ണിലും വിണ്ണിലും വിശുദ്ധയായി അഗതികളുടെ അമ്മയായി സ്വജീവിതം അർപ്പിച്ച കനിവിന്റെ അമ്മ വിശുദ്ധ മദർ തെരേസ. മോനെ നീ ചോദിക്കണ ഇത്രയുള്ള മനുഷ്യൻ ഇത്രയൊക്കെ ഉണ്ടണ മനുഷ്യൻ അവസരങ്ങൾ ഏതുമില്ലാതെ 16-ാം നാളിലും വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വേദനയിൽ മരവിച്ചു നിൽക്കുകയാണ് ആ ദുരന്തഭൂമി. അസംഖ്യ അനാഥ്യത്വങ്ങൾ. മനുഷ്യത്വം മരിച്ചിട്ടില്ല എന്ന് നമ്മൾ തെളിയിക്കുന്ന ഈ നാളുകൾ. ഒരു കാര്യം മാത്രം, ഇതും നമ്മൾ അതിജീവിക്കും.